സോ വീക്കിലി അനാലിസിസ്, നാളത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ നാളെ അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നറിയാൻ വേണ്ടിയായിരിക്കും എല്ലാവരും ഉള്ളത്. സോ എനിക്കിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത വീക്കിലേക്ക് പോകാനായിട്ട്. ഓരോ ആഴ്ചയിലും നിങ്ങൾ റിവ്യൂ ചെയ്താലാണ് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. സോ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെയാണ് നമ്മൾ അനാലിസിസിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഡെയിലി അനാലിസിസ്, ഡെയിലി പ്ലാൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ 1:28 കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴേക്ക് കണ്ടോ, 1:28 നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന 53,282 നമ്മൾ റിജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ വേറെ കൺഫർമേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. സോ അതിനുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കണ്ടോ. അതിനുശേഷം നമ്മളിവിടെ പ്രോപ്പർ കൺഫർമേഷൻ പറഞ്ഞ ഒരു ക്യാൻഡിൽ ഇവിടെ ഈ ലെവലിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറയുന്ന താഴേക്കുള്ള ട്രേഡ് നോക്കാമെന്നുണ്ടായിരുന്നു. സോ അതിനുശേഷം നിങ്ങൾക്ക് നോക്കാം, 1:29 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഒറ്റ ക്യാൻഡിൽ, ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആ ലെവലിലേക്ക് നല്ലൊരു റിജക്ഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കണ്ടോ, 600 മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള 282, ഏകദേശം 300 പോയിന്റ്സിൻ്റെ മൂവ്മെൻറ്റാണ് ആ ഒരു സിംഗിൾ ടൈമിൽ മാർക്കറ്റ് തന്നിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇതിൽ പറയുന്നുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി പ്ലാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡെയിലി പ്ലാൻ്റെ കാര്യം കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കണ്ടോ, ഡെയിലി ക്ലിയർ TP. അപ്പോൾ ഇത് നമ്മൾ എന്നാണ് അപ്ലോഡ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കണ്ടോ, August 6 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെയിലി പ്ലാൻ. എവിടെ നിന്ന്, 49,675 നിന്നും മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് ഇവിടെ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു കണ്ടോ, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പോയിന്റ് ഉണ്ട്, 3,597. നിങ്ങൾക്ക് ഇവിടെ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻസിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെൻസിബിളിൽ കയറി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ മൊമെൻറ്റത്തിൻ്റെ ടൈം നിങ്ങൾ നോക്കുക. ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്തിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു അത് കുറച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യമേ ഹോൾഡ് ചെയ്യാനൊന്നും ഒരിക്കലും പറയുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇമ്പൾസീവ് കറക്റ്റീവ് മൊമെൻറ്റം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നാലും ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലാൻസിലേക്ക് കൂടെ എക്സിക്യൂഷൻസ് നോക്കാവുന്നതാണ്. മനസ്സിലായോ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം സ്റ്റോക്സിലൊക്കെ. നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതേപോലെ എല്ലാ പ്ലാനും നമ്മൾ ഈ താഴേക്കുള്ള ഈ പ്ലാനും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. ഇതിലേക്ക് പോവാം. കണ്ടോ, ഡേ പ്ലാൻ ക്ലിയർ TP. ഇത് നമ്മൾ അതിനു മുമ്പ് താഴേക്കുള്ള പ്ലാൻ, ഇത് എന്താണെന്ന് നോക്കാം. കണ്ടോ, ഇതാ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് താഴേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാണ്, June 28 നമ്മൾ ഈ പ്ലാൻ ഇവിടെ നിന്ന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 3,500 പോയിന്റ് നമ്മൾ താഴേക്ക് എടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ എക്സിക്യൂഷനും കൂടെ എങ്ങനെയാണ് കൺഫർമേഷൻ എൻട്രി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവരാണ്. ചെയ്യുന്നവർ മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞെടുത്തൊന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അധികം അതിനെക്കുറിച്ച് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാത്തത്. നമുക്ക് ഡെയിലി പ്ലാൻസിനെ കുറിച്ച് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അടുത്ത ദിവസം സൺഡേ 22-ാം തീയതിയാണ് നമ്മളുടെ വെബിനാർ. വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ചാനലിലും ഉണ്ടാവും, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്മളുടെ വെബിനാറിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക. അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. ക്യാപിറ്റലിനെയും റിസ്ക് റിവാർഡിനെയും, അതേപോലെ നിങ്ങളുടെ ഇമോഷൻ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതിനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലൊരു സിസ്റ്റം നമുക്ക് അവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. സോ നമ്മൾ ലാസ്റ്റ് വീക്ക് സംസാരിച്ചത് തന്നെ നല്ല രീതിയിലുള്ളൊരു ടാർഗറ്റ് ഹിറ്റാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് ടാർഗറ്റ് ചെയ്യുന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വീക്കിലി കണ്ടീഷൻ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, നല്ല ഇംബാലൻസോടെയുള്ള ക്യാൻഡിൽ തന്നെയാണ് വീക്കിലി മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് വീക്കിലി കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ വീക്കിലി കേസിൽ സ്റ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ്. ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എവിടെയാണ്, ഈ ഒരു ലെവലാണ് ഡിമാൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. വീക്കിലി ഡിമാൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ വരും, എവിടെയാണ് ബൈയിങ് സോൺ എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ പ്ലാൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കൺഫർമേഷൻ്റെ ആവശ്യമുണ്ട്. ഡയറക്റ്റ് നമ്മൾ ഓൾറെഡി ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവണം ലോവർ ടൈം ഫ്രെയിമിൽ. സോ നമുക്ക് എന്തായാലും ഡെയിലിയുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഡെയിലിയിൽ മാർക്കറ്റ് അഗെയിൻ
ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി നമുക്കൊരു ഡിമാൻഡ് ലെവൽ ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡെയിലി ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഡിമാൻഡ് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് കണ്ടിന്യൂവേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും വീക്കിൻ്റെ കണ്ടീഷനിൽ നോക്കുന്ന സമയത്ത് ഓൾ ടൈം ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇപ്പോൾ ഇത് പ്രീവിയസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു അല്ലേ. ഓക്കെ, ഇത് ഓൾ ടൈം ഹൈ ആയിരുന്നു. അതിനുശേഷം ഇതും ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ വേറെ ഹൈ ഉണ്ടോ? ഇല്ല. സോ ഇവിടെയും മാർക്കറ്റ് വന്ന സമയത്ത് വേറെ ഹൈ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഓൾ ടൈം ഹൈയിലെ മാർക്കറ്റ് ക്രോസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ആവറേജ് മൊമെൻറ്റത്തിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ആവറേജ് മൊമെൻറ്റം നമുക്ക് നോക്കാം. പ്രീവിയസ് ഒരു 3 to 4 ടൈംസിലുള്ള കണ്ടീഷൻ നോക്കാം. നമുക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഏകദേശം 5% ഗ്രോത്ത് ആണ്. 2000 പോയിന്റ്സ് അടുത്ത് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? മൂവ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ഓൾ ടൈം ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുക എവിടെയാണ്? ഈ ഒരു ലെവലിനെയാണ് അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ബ്രേക്ക് ചെയ്തിട്ടില്ല, എഗെയിൻ കറക്ഷൻ വന്നു, കണ്ടിന്യൂഷൻ ആണ്. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള ഏകദേശം 5% ആണ്. സോ ഏകദേശം 2000 പോയിന്റ് തന്നെയാണ് മാർക്കറ്റിൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. ഇവിടെയും മനസ്സിലാക്കേണ്ടത് ഇവിടെയും ബാലൻസോടെ മാർക്കറ്റ് പുഷ് ചെയ്തതിന് ശേഷം കറക്ഷൻസ് വരുന്നുണ്ട്. സോ അതിനുള്ള കൺഫർമേഷനിലേക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാവണം. ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. യെസ്, അപ്പോൾ ഇതറിയാലോ നിങ്ങൾക്ക് എന്ത് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്? ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ എലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. എന്നാലും ഈ ഒരു ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം 2%, 5% നോർമലി കിട്ടിക്കൊണ്ടിരുന്നത് 2%. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്നിട്ട് മേളിലേക്ക് പോയിട്ടുള്ള എത്ര പെർസെൻറ്റേജാണ്? ലാസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് 9 to 6% മാർക്കറ്റ് എഗെയിൻ പോകുന്നുണ്ട്. മാർക്കറ്റ് വന്നു, മാർക്കറ്റ് എഗെയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എത്ര എക്സ്പെക്റ്റേഷൻ എടുക്കാം? ഇതിന് മുമ്പത്തെ ഒരു പ്രീവിയസും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു ഓൾ ടൈം ഹൈ അല്ലേ. സോ ഈ ഹൈ ബ്രേക്ക് ചെയ്തു, എഗെയിൻ ഇതൊരു ഓൾ ടൈം ഹൈ അല്ലേ. സോ ഇത് നമുക്ക് എടുക്കാം. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോഴും മാർക്കറ്റ് ഏകദേശം 5% കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മൊമെൻറ്റം നമുക്ക് ഇവിടെ തരുന്നതായിട്ട് കാണാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എവിടം വരെ വെക്കാം? ഒരു 5% അല്ലെങ്കിൽ 4% ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീക്കിലി മാർക്കറ്റ് അഗെയിൻ ഈ പറയുന്ന ലെവലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ നമുക്ക് എന്തായാലും വെക്കാം. ഓക്കെ, കണ്ടിന്യൂഷൻ പോവുകയാണെങ്കിൽ. ഓക്കെ, 2000 പോയിന്റ് നമ്മൾ മുകളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് മാർക്കറ്റ് റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് അല്ലേ. ശനി മാർക്കറ്റ് ഇവിടെ വരാതിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് അറിയാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്യാണ്, എങ്ങനെ എന്ത് മാർക്കറ്റ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഡെയിലി പ്ലാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഡെയിലി നമ്മൾ പ്ലാൻ എടുത്തു. ഈ ഡെയിലി പ്ലാനിൽ നമുക്കിനി വേണ്ടത് മേജർ ബൈയിങ് സോണായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു സോണാണ്. എഗെയിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇനി നമുക്ക് നിയറസ്റ്റ് അടുത്ത 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ മാർക്കറ്റിൻ്റെ എന്താണ്, എവിടെയാണ് ലെവൽ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതിന് മുമ്പ് നമുക്കൊന്ന് 4 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. 4 അവറൊക്കെ നല്ല സ്ട്രോങ് ആണ്. അതിനുശേഷം നമുക്കൊന്ന് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. 1 അവറിലാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 അവറിൽ ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ റാലി ബീസ് റാലി എന്നുള്ളൊരു കണ്ടീഷനാണ്, അഗ്രസീവ് കണ്ടീഷനാണ് ഇവിടെ മാർക്കറ്റിൽ. അപ്പോൾ 15 മിനിറ്റിലേക്കായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് എന്താ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഇതേപോലൊരു ഡിമാൻഡ് സോണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം. കണ്ടോ, സ്റ്റിൽ ബുള്ളിഷാണ്, വളരെ സ്ട്രോങ് ആയിട്ടാണ് 15 മിനിറ്റിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ. ട്രേഡൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ടെലിഗ്രാം ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഇവിടെ എന്താ സംഭവിച്ചത്? സിമ്പിളായിട്ട് അതിൻ്റെ ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കും തോറും സ്റ്റിൽ ബുള്ളിഷാണ്. 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്താലോ ബുള്ളിഷാണ്, 2 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്താലോ ബുള്ളിഷാണ്, 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്താലും മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാണ്. അപ്പോൾ 1 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ എല്ലാ ടൈം ഫ്രെയിമിൻ്റെ കണ്ടീഷനിലും മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ 15 മിനിറ്റിൻ്റെ സെയിം. അതെന്താ അത്ര അഗ്രസീവ് ബൈയിങ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ
നമുക്ക് മേജറായിട്ട് ഒന്ന് 30 മിനിറ്റിലേക്ക് പോവാം. അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുകയാണ് അല്ലേ. ഇത് വന്നിട്ട് കറക്ഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ? യെസ്, കറക്റ്റ്ലി ഇക്വിലിബ്രിയം വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, പുഷ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് റീട്രേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഈ കറന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ലോ എന്ന് പറയുന്നത് മേജർ ബൈയിങ് ലെവലാണ്. സോ നമ്മൾ ഈ ഒരു ലെവലിനെ, ഈ 53,097 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് താഴെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബെയറിഷ് വ്യൂ എടുക്കാവുന്നതാണ്. ഈ പറയുന്ന ഡെയിലി ടൈം ഫ്രെയിമിന്റെ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ 15 മിനിറ്റിൽ നമുക്ക് ഈ ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാം? ഈ വന്നിട്ടുള്ള മൊമെന്റത്തിന്റെ ഇക്വിലിബ്രിയം ഈ ഒരു ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലെവലിലേക്ക് ഒരു ട്രേഡ് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെയിലി പ്ലാൻ കറന്റ്ലി സിറ്റുവേഷനിൽ. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ചസ് ഉള്ള സമയത്ത് ടെലിഗ്രാമിലായിട്ടും നമ്മുടെ ഡെയിലി അനാലിസിസിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ബൈയിങ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സോണ് വരാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. ഓക്കെ, പിന്നത്തെ കണ്ടീഷൻ എന്താ? ഈ സിറ്റുവേഷനിൽ ഈ ഇക്വിലിബ്രിയം സോൺ, ഇതിൻ്റെ ഈ ഒരു ഇക്വിലിബ്രിയം സോണിലേക്ക് വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ 1 മിനിറ്റും 3 മിനിറ്റും എല്ലാം അഗ്രസീവ് ആയത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഈ പറയുന്ന ലിക്വിഡിറ്റി ഒക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എടുക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഹയറുള്ള ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് നോക്കാവുന്നതാണ്. നല്ലൊരു ബൈയിങ് ലെവൽ നമ്മളിപ്പോൾ പറയുന്ന ഈ ലെവൽ തന്നെയാണ്. സോ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ബൈയിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇവിടെ നോക്കുക. ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യാം, ഈ രീതിയിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രം നിങ്ങൾ അടുത്ത റീടെസ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു പ്ലാൻ നോക്കാം. ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളത് ഫോക്കസ് ചെയ്യുക. കറൻ്റ്ലി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അഗെയിൻ മാർക്കറ്റിൽ ഇങ്ങനെ വരാം. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ പോയി ഈ പറയുന്ന ടാർഗറ്റ് പോയിന്റിലേക്ക്, നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് വേണമെങ്കിൽ മാർക്കറ്റിന് വരാം. സോ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ നോക്കി തന്നെ നമുക്ക് അതിലേക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഓക്കെ, സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും മേജർ ബൈയിങ് ലെവലും റിവേഴ്സൽ സോണും ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും പ്ലോട്ട് ചെയ്ത് വെക്കുക. ഡെയിലി കറക്ഷൻ കറൻ്റ് ഇവിടെയാണ്. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ നിഫ്റ്റി വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിഫ്റ്റി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീക്കിലി അല്ലേ. എഗെയിൻ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് ടൈം ഫ്രെയിം വഴി സ്വിച്ച് ചെയ്ത് മാറണം അല്ലേ. ഇവിടെ പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ, ഡെയിലിയിലാണെങ്കിലും പ്രോപ്പർ ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ എവിടെയുള്ള ഈ ഒരു ലെവലിലാണ് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് നിഫ്റ്റി അല്ലേ. അപ്പോൾ ഡെയിലി ഡിമാൻഡ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലെവലാണ് ഡെയിലി ഡിമാൻഡ്. ഓക്കെ, നമുക്ക് നേരെ ഇനി 15 മിനിറ്റിലേക്ക് പോയാൽ മതി. വേറെ ഒന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, കണ്ടിന്യൂഷൻ ആണ്. അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂഷൻ ആണ്. പിന്നെ വേറെ ഒന്നിലേക്ക് നമുക്ക് നോക്കണ്ട. ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രോപ്പറായിട്ട് കണ്ടോ ഈ കറക്റ്റ് ഇംബാലൻസ് കറക്റ്റ് ഈ ഒരു ഡിസ്കൗണ്ട് സോണിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ടോട്ടലി ഉള്ള മൊമെന്റത്തിന്റെ ഡിമാൻഡ് സോണിലേക്കാണ് പ്രോപ്പറായിട്ട് വന്ന് ടാപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂഷൻ തന്നിട്ടുള്ളത്. സോ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് നമുക്ക്. സെക്കൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിലും ഈ പറയുന്ന ഡിമാൻഡ് ഇവിടെ ഉണ്ട് കണ്ടോ, സ്റ്റിൽ ഡിമാൻഡ് ഹോൾഡ് ചെയ്യാണ്. സോ ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഈ ലെവലിനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി പ്ലാനിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ്. ഇവിടുത്തെ അടുത്തൊരു ലെവലും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് ലെവൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഒരു സോണിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ എടുക്കാം, കയറാം. ഓക്കെ, ഞാൻ ഒരു ബ്ലൂ കളർ കൊടുക്കാം. എല്ലാവരും ഇത് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ. അഗെയിൻ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് തിങ്കളാഴ്ചത്തെ പ്ലാനാണ്. കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇതേപോലെ താഴേക്ക് വന്നിട്ട് പോവാം. ചിലപ്പോൾ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു കറക്ഷൻ മാർക്കറ്റ്, കറക്റ്റീവ് മൊമെന്റം മാർക്കറ്റ് തന്നു കഴിഞ്ഞാൽ നല്ല ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു
ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക്. കാരണം 1 മിനിറ്റിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ എടുക്കാം നിഫ്റ്റിയുടെ കേസിൽ. കണ്ടോ, നിഫ്റ്റി നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വന്നേക്കാം. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് മേളിൽ പോകും എന്നുള്ളതാണ് നമ്മുടെ വ്യൂ. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കൺഫർമേഷൻ നോക്കാം. കണ്ടോ, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ എന്താ, ഈ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ആയി, സപ്ലൈ 1 മിനിറ്റിൽ കൺട്രോൾ ആയി. കണ്ടോ, ഇവിടെ ഇപ്പോൾ സപ്ലൈ കൺട്രോൾ ആയി. സോ ഇവിടെ ക്യാരക്ടർ ചേഞ്ച് ആയി. എഗെയിൻ മാർക്കറ്റ് ഇനി ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എൻട്രി ഡൗൺ സൈഡിലേക്ക് നോക്കാം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ LTF കൺഫർമേഷൻ നമ്മൾ നോക്കാം. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. എഗെയിൻ ആ ലോയിനെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലല്ലേ, അതിനെ ക്രോസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ട്രെൻഡ് ചേഞ്ച് ആയി എന്നാണ് അർത്ഥം. സോ LTF നമുക്കിവിടെ നോക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ എന്താ അഗ്രസീവാണ്. നിഫ്റ്റി നമുക്കിവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് കയറാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് LTF കൺഫർമേഷൻ നോക്കിയിട്ട് താഴേക്ക് പോവാം അല്ലേ, മനസ്സിലായോ? ഇവിടെ താഴേക്ക് പോകണമെങ്കിൽ LTF കൺഫർമേഷൻ വേണം. ഇതേപോലെ ഒരു സപ്ലൈ കൺട്രോൾ എടുക്കണം, എന്നിട്ട് വേണം. എഗെയിൻ ഇവിടെ നിന്ന് മേളിലേക്ക് പോകണമെങ്കിലോ മാർക്കറ്റ് ഈ വരുന്ന വഴിയിൽ ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. പ്രീവിയസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോവർ ഹൈൻ്റെ എബോ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആവണം. മനസ്സിലാവും? ഇതേപോലത്തെ ഒരു ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡിലേക്ക് തന്നു കഴിഞ്ഞാൽ അടുത്തൊരു റീടെസ്റ്റ് എൻട്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ലെവലിൽ നോക്കാവുന്നതാണ്. അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. സോ അഗെയിൻ കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവും. ഈ പറയുന്ന രീതിയിലൊരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ കറൻ്റ് നമ്മൾ എടുത്തിട്ടുള്ള സ്ട്രക്ചർ മാത്രം ബേസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻ. ഞാൻ ഇപ്പോൾ പറയുന്ന എല്ലാം സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. വേറെ അവിടെ ഇൻഎഫിഷ്യൻസി അങ്ങനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇംബാലൻസസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ലിക്വിഡിറ്റി നോക്കിയാൽ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ പ്രോപ്പർ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓർഡേഴ്സൊക്കെ മാർക്കറ്റ് കളക്ട് ചെയ്താൽ മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള ഫ്യൂവൽ അവിടെ ഉണ്ട്. മനസ്സിലായോ? താഴേക്ക് വരാൻ ഉള്ള എല്ലാ കാര്യങ്ങളും മാർക്കറ്റിലൂടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ബൈങ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മേളിലേക്ക് പോകുന്നത് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളെല്ലാവരും കാണാം. ഇതേപോലെയുള്ള കീ ലെവലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് സമാധാനത്തോടെ ഇരുന്ന് എൻട്രീസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വെറുതെ ഓവർ ട്രേഡ് ചെയ്ത് നിങ്ങൾ ഉള്ള ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആക്കാനുള്ള കാര്യത്തിലേക്ക് പോകും. എപ്പോഴും പ്രോപ്പർ പ്ലാനിൽ എൻട്രി എടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്ലാനുള്ള സമയത്തും ആയിരിക്കും അനാലിസിസ്. നമ്മൾ വെറുതെ വന്ന് എല്ലാ ദിവസവും അനാലിസിസ് പറയുന്നില്ല. പ്രോപ്പർ പ്ലാനും എക്സിക്യൂഷനും ഉണ്ടെങ്കിലാണ് നമ്മൾ അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ കേസിൽ നല്ലൊരു പ്ലാനാണ് നിഫ്റ്റിയിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോഴും ഓക്കെയാണ്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. എല്ലാവരും ലെവൽസ് പ്ലോട്ട് ചെയ്ത് നോക്കാം, പ്ലാൻ എക്സിക്യൂഷൻ നോക്കാം. ഓക്കെ, നമ്മൾ കൺഫർമേഷൻ കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് കയറാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണോ അതിലേക്ക് ഇവർ അപ്ലൈ ചെയ്യുക, അത്ര ഞാൻ പറയാനുള്ളൂ. കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന എൻട്രി നിങ്ങളുടെ സെറ്റപ്പിനെ ഒന്നും പൊളിച്ച് പണിയാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഓൺഗോയിങ് നമുക്ക് പഠിക്കാം. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇവരെ എന്ത് ചെയ്യാം, കൂട്ടാം അല്ലേ, അതിലേക്കൊന്ന് കണക്ട് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ കൺഫർമേഷനും ഡയറക്ഷനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല കീ ലെവലും കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ ഇതാണ്. സ്റ്റോക്കിൻ്റെ അനാലിസിസിലേക്ക് പോവാം. സോ കഴിഞ്ഞ വീക്കിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട്. സോ ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജറായിട്ടുള്ള ലെവൽസ് ഞാൻ ഓൾറെഡി അത് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാൻസ് കാര്യങ്ങൾ. സോ അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവും, നിങ്ങൾക്കും ബോറടിക്കും അല്ലേ. ഇതാണ് HDFCയുടെ കണ്ടീഷനിൽ നമ്മൾ അടുത്തൊരു ബൈയിങ് ലെവൽ LTF കൺഫർമേഷൻ നോക്കേണ്ട ലെവൽസ് ഇതാണ് കേട്ടോ. 1712 1708 എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് അഗെയിൻ നിങ്ങൾക്കൊരു ഇൻട്രാഡേ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് മേളിലേക്ക്. ഇൻട്രാഡേ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. HDFCയുടെ മേജർ ലെവൽസ് ഇതൊക്കെയാണ്. ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഈ ഒരു ഹൈയിലേക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് എന്തായാലും 50 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ സിറ്റുവേഷനിൽ ഈ രീതിയിലും കൂടെ ആണെങ്കിൽ നല്ലൊരു പ്രൈസ് ഡെലിവറി ആണ്. ഇവിടെ നല്ലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ട്. സോ എങ്ങനെയെങ്കിലും മാർക്കറ്റ് അഗെയിൻ കറക്റ്റീവായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അഗെയിൻ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരും, അതിനനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വരാം. HDFCയുടെ കേസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ICICIയുടെ കേസിലും നമ്മൾ മേജറായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് അഗെയിൻ ഒരു റിയാക്ഷൻ തന്നിട്ട് ഫസ്റ്റ് ഇവിടുത്തെ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ICICI കുറച്ചും കൂടി ബെറ്റർ ഇത് തന്നെയാണ്. ഈ ഡിമാൻഡിൽ നിന്ന് എടുക്കുന്നതാണ് ബെറ്റർ. ഈ ഒരു കേസ് ഞാൻ ഇട്ടു എന്ന് മാത്രം.
ഒട്ടും കൺഫേം അല്ലാത്തൊരു കേസാണ്. നിങ്ങൾക്കിവിടെ ഒരു LTF കിട്ടിയിട്ട് മാത്രം കിട്ടുകയാണെങ്കിൽ മാത്രം നോക്കാം. അല്ലെങ്കിൽ നോക്കണ്ട. കാരണം നല്ല അഗ്രസീവാണ് ICICI. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. അതുകൊണ്ടിട്ടാണ് പറയണത്. അപ്പോൾ ഈ 2 ലെവലിൽ LTF കൺഫർമേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നമുക്കൊരു ഇൻട്രാഡേ ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഡെയിലി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയും ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹൈ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി പുതിയൊരു ബ്രേക്ക്ഔട്ട് ഒക്കെ തന്ന് റാലി ചെയ്ത് നിൽക്കുകയാണ്. സോ സ്ട്രോങ് ആയതുകൊണ്ട് എഗെയിൻ കണ്ടിന്യൂസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെഡ് ലെവൽ വരച്ചിട്ടുള്ളത് എന്താ? ട്രെൻഡ് റിവേഴ്സലാണ്. റെഡ് ലെവൽ ട്രെൻഡ് റിവേഴ്സൽ കിട്ടുക. അപ്പോൾ അതിനുശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുവരെ ബുള്ളിഷായിട്ട് നിൽക്കട്ടെ, നമുക്ക് ബുള്ളിഷായിട്ട് വ്യൂവിൽ പോകാം. കാരണം അതിനിടയിൽ ഇത് റിവേഴ്സ് ആവും എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. നിങ്ങളവിടെ അത് നോക്കി ഇന്ന് സമയം പോകേണ്ടി വരും. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടിന്യൂസ് റാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രീസ് നിങ്ങൾ എടുക്കാനുള്ള പ്രോബിലിറ്റി കുറയും. ഈ കറക്ഷൻ വരും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കും. സോ കൺഫർമേഷൻ ആവട്ടെ, അപ്പോൾ നമുക്ക് എന്തായാലും താഴേക്ക് എടുക്കാം. അതുവരെ നമ്മൾ സ്റ്റിൽ ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുക. കാരണം മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് റാലി ആയിരിക്കും. ആ സമയത്താണ് കൂടുതൽ ബയേഴ്സിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് SBIയിലേക്ക് തന്നെയാണെങ്കിലും SBIയുടെ സിറ്റുവേഷനിൽ നല്ലൊരു ലെവലിലാണ് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് SBI കണ്ടു ഇവിടെ റിവേഴ്സ് ആയി, എഗെയിൻ ഇവിടെ ബ്രേക്ക് ആയി. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നല്ലൊരു ട്രേഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. ഇത് ഞാൻ അടുത്തൊരു കീ ലെവൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. അവിടെ വരെ മാർക്കറ്റ് SBIയുടെ കേസിൽ അത്രയും മാർക്കറ്റ് മൂവ്മെൻറ്റും മുകളിലേക്ക് തരാനുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ആ ഒരു 2000 പോയിന്റ്സിൻ്റെ എക്സ്പെക്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? SBI സ്ട്രോങ് ആയിട്ട് എഗെയിൻ ഇവിടെ നിന്ന് ഒരു LTF കൺഫർമേഷൻ കിട്ടിയാൽ ഇൻട്രാഡേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കാം കേട്ടോ. ഇവിടം വരെ നോക്കാനല്ല, ഇവിടെ നിന്ന് ഈ ഒരു ഹൈ വരെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ. 15 മിനിറ്റ് കേസിലാണ്. നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് അനാലിസിസ് പറഞ്ഞു. കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം കയറാം. സോ അടുത്ത് ബജാജിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജും പ്രോപ്പറായിട്ട് എന്ത് ചെയ്തേക്കാം, നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് അടുത്തൊരു റീടെസ്റ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 2 ചാൻസസ് ആണുള്ളത്. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ബജാജിൽ എന്ത് ഇതുണ്ട്, നല്ല കറക്റ്റീവ് മൂവ്മെൻ്റ് ആട്ടോ താഴേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ സെൽ ഓഫ് വലിയ സ്ട്രെങ്ത് ഇല്ലാതെ കണ്ടോ, കറക്റ്റീവ് മൂവ്മെൻ്റ് ആണ്. കാരണം പേടിക്കണ്ട, മീൻസ് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ട്രേഡ് കിട്ടിയാൽ നല്ലൊരു ട്രേഡ് ആയിരിക്കും കൺഫർമേഷൻ കിട്ടിയിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിസ്ക് റിവാർഡ് ഇവിടെ നിന്ന് മേളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നു, കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. കൺഫർമേഷൻ എന്താണെന്ന് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ എൻട്രി മോഡൽ എന്ന് പറഞ്ഞിട്ട് വാച്ച് ലിസ്റ്റിൽ ഞാൻ അതിൽ കൺഫർമേഷൻ പറയുന്നുണ്ട്. എന്താണ് എൻട്രി മോഡൽ എന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എടുക്കുക എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. കാണാത്തവരും ഡൗട്ടുള്ളവരും അതൊന്ന് കയറി ക്രോസ് ചെക്ക് ചെയ്യുക. മാസ്റ്റർ ക്ലാസ് സീരീസിൽ ഇതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ അതിൻ്റെ വീഡിയോ വരുന്നവരെ നിങ്ങൾ ഇതൊക്കെ വാച്ച് ഔട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. സോ ഇവിടെ ഓൾറെഡി നമ്മൾ ആക്സസ് നേരത്തെ പ്ലാൻ ചെയ്താണ്. ഡിമാൻഡ് വന്ന് ടാപ്പ് ചെയ്ത് പുഷ് ചെയ്തു കണ്ടോ 15 മിനിറ്റിലേക്ക്. സോ ഇവിടെ ഒന്നുമില്ല. LTF ടോപ്പ് സൈഡ് ഓൾറെഡി അത് കൺഫർമേഷൻ തന്ന് നിൽക്കാം. ഇത് ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ എഗെയിൻ ഒരു റീടെസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ലിക്വിഡിറ്റി ഫുള്ള് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ കണ്ടിന്യൂഷൻ തന്നെ. ഇത് തന്നെ നമ്മുടെ ആക്സസിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. പിന്നെ റിലയൻസിലേക്ക് വരികയാണെങ്കിൽ റിലയൻസിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ്, ഈ ട്രേഡൊക്കെ നമ്മൾ എടുത്താൽ അവർക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഈ പുഷ് ഇത് ടാർഗറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടിന്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു ട്രേഡ് ഇവിടെ നിന്ന് എടുത്തു, പിന്നെ മേജർ ഡിമാൻഡിൽ നിന്ന് കൺഫർമേഷൻ എടുത്ത് മേളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ലെവൽ, ഈ ഒരു കീ ലെവലാണ് നമ്മൾ റിലയൻസിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെവൽസ് നിങ്ങളെപ്പോഴും പ്ലോട്ട് ചെയ്ത് വെക്കുക. കീ ലെവലും കൂടെ ഞാൻ ടാർഗറ്റ് ലെവലും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ലെവലിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്തത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന റേഞ്ച് കണ്ടോ, ഇത് നമുക്ക് ഡയറക്റ്റ് എന്തായാലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഈ ടാർഗറ്റ്. അതിനുശേഷം പിന്നീട് ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് നോക്കാം. ഫസ്റ്റ് ഇത് ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഇൻട്രാഡേ ട്രേഡ് ഇവിടെ നിന്ന് LTF കൺഫർമേഷൻ എടുക്കുക, കയറാം. ഓക്കെ. റിലയൻസിൻ്റെ ലെവൽ ഇതാണ്. ഇവിടെ ഒരു അടിപ്പൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം TCS ഇപ്പം നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി കണ്ടോ, ഡെയിലി ഡിമാൻഡിൽ എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തിട്ട് നല്ല ഹ്യൂജ് റിജക്ഷൻ മുകളിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ബൈയിങ് ഇവിടെ ഫൈറ്റ് ക്യാൻഡിൽ ഇവിടെ നോക്കി, ഇവിടെ നല്ല രീതിയിലൊരു മർബോസ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബയേഴ്സ് ആക്റ്റീവായിട്ട് എബോ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ നല്ല രീതിയിലൊരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലും 15 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലെവല്, ഈ പറയുന്ന ഹൈനെ മാർക്കറ്റ് ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിങ് നോക്കാവുന്നതാണ് കേട്ടോ. സ്വിങ്ങിലേക്ക് TCSനെ നിങ്ങൾക്ക് നോക്കാം. ഈ പറയുന്ന ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ എന്തായി ട്രെൻഡ് റിവേഴ്സ് ആയി 15 മിനിറ്റിൽ. മനസ്സിലായോ? അഗെയിൻ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഈ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കിട്ടി. ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ലെവലിൽ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് സോണിൽ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബൈങ് നടക്കേണ്ട സോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 8% ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു 50% നിങ്ങൾക്ക് ഫസ്റ്റ് നോക്കാം. 5% വരെ നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നു, ഇത് ഞാൻ ഒരു സ്വിങ്ങിൻ്റെ കേസാണ് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രാഡേ ആണെങ്കിൽ എന്ത് ചെയ്യാം? 15 കണ്ടീഷൻ നോക്കാം. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്സൈഡ്, അടുത്തൊരു ഡിപ്പിൽ അപ്സൈഡിലേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നല്ല ഒരു അഗ്രസീവ് ആയിട്ടുള്ള മൊമെൻറ്റം തരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും ഫണ്ടമെന്റൽസും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്ന, ഞാൻ ടെക്നിക്കൽസും മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെന്റൽസും കൂടെ നിങ്ങൾക്ക് നോക്കാം. ഇത് ഓൾറെഡി നിഫ്റ്റി ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിഫ്റ്റി ഇനിയും റാലി ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടോ, ഇവരൊക്കെ പുഷ് ചെയ്യുകയാണെങ്കിൽ റിലയൻസ് ഒക്കെ ഇതേപോലെ ഈ ഒരു കണ്ടീഷൻ കണ്ടല്ലോ, ഇങ്ങോട്ടൊക്കെ പുഷ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നിഫ്റ്റി എന്ത് ചെയ്യും? നിഫ്റ്റിയും ഈ പറയുന്ന മൊമെന്റം കണ്ടോ, ഇവരൊക്കെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് പ്ലാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്പെക്ട് ചെയ്യുന്ന മൊമെന്റം കിട്ടാനുള്ള പ്രോബിലിറ്റി ഉള്ളതായിട്ടാണ് കറന്റ് മാർക്കറ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചേഞ്ചസ് ഉള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഡെയിലി സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് വന്നിട്ടുള്ളത് ഒരു എന്താ പറയാ, കണ്ടോ, ലോ ലോ ഹൈ ലോ ലോ, ഇമ്പൾസീവായിട്ട് ഇവിടെ നിന്ന് ഒരു ഒറ്റ പുഷിനെ ഉള്ളിൽ ഇൻസൈഡാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു നല്ല ഹ്യൂജ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഡെയിലി നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഫൈറ്റ് ക്യാൻഡിൽ അല്ലേ, നല്ലൊരു മർബോസ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയി അല്ലെ, ബെയറിഷ് മർബോസ് ക്രിയേറ്റ് ആയിട്ട് മാർക്കറ്റ് എൻഡിലേക്ക് വന്നപ്പോൾ സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ലൊരു ഫൈറ്റ് നടന്നു. ഫൈറ്റിൽ ബയർ നല്ല ആക്ടിവിറ്റി അവിടെ കാണിക്കുന്നുണ്ട്, സെല്ലറിനേക്കാൾ കൂടുതൽ. കണ്ടോ, സെല്ലേഴ്സാണ് ഇത്രയും വലിയ ക്യാൻഡിൽ ഉണ്ടാക്കി, അവരെ ബീറ്റ് ചെയ്ത് ബയേഴ്സ് മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫൈറ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ കൺഫർമേഷൻ എടുത്തിട്ട് വേണം മേളിലേക്ക് നോക്കാൻ. എസ് ഫൈൻ വേറെ ഒന്നുമില്ല, ഈ ഒരു ലെവല് നമ്മുടെ ഇൻഫോസിസും ടി സി എസും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒറ്റ കണ്ടീഷനിൽ നിൽക്കുകയാണ്. ശ്രദ്ധിച്ചായിരുന്നോ? ഇവർ രണ്ടുപേരും കൂടെയൊക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി എവിടെ എത്തുമോ എന്തോ, നമുക്ക് നോക്കാം. എഗെയിൻ ഇവിടെ നിങ്ങൾക്ക് സ്വിങ് നോക്കാം. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വിങ് നോക്കാം. ഒരു 3% ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പ്ലാനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് കറന്റ്ലി ഇതിൻ്റെ ഒരു പ്ലാൻ. നമുക്ക് നോക്കാം, അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള പ്ലാൻ. ഡെയിലി ഇവിടുത്തെ ഡെയിലി പ്ലാൻ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇൻട്രാഡേ പ്ലാൻ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് കണ്ടിന്യൂഷൻ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ പറയാനില്ല. ചിലപ്പോൾ അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. എപ്പോഴും വെയിറ്റേജ് സ്റ്റോക്സിൻ്റെ ഇൻഡെക്സിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എല്ലാ വെയിറ്റേജ് സ്റ്റോക്സിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്, ഇൻഡെക്സും നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സ്റ്റോക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ലെവലുകളും നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് വല്ല പണിയുണ്ടോ? ഒരു പണിയില്ല അല്ലേ? ഈ ലെവലിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക അല്ലേ. അത് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ട റിസ്ക് റിവാർഡിൽ എക്സിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ അനാലിസിസ് കാര്യങ്ങളൊന്നുമില്ല. മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഇതിനനുസരിച്ച് ഇത് വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് മനസ്സിലായി, നിങ്ങൾ അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എല്ലാവരും നോക്കാം. സോ അടുത്തൊരു സെക്ഷനായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ അഭിജിത്ത്, സൈനിങ് ഓഫ്.